അപ്പുവിൻ്റെ ഒഴിവുകാലം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അത് കണ്ടിട്ട് ആസ്വദിച്ചിട്ട് ഇറങ്ങി നിൽക്കുന്നതാണ്. ഇതിൻ്റെ സംവിധായകൻ രാധാകൃഷ്ണൻ മംഗലത്താണ്. വളരെ വർഷക്കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10-30 വർഷത്തോളമായി രാധാകൃഷ്ണനെ പരിചയപ്പെട്ടിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ സ്നേഹബന്ധം വെച്ച് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഗംഭീര പടമാണ്. ഇതൊരു ഷോർട്ട് ഫിലിമാണ് എങ്കിലും നമ്മളൊരു ഒരു 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 എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണിത്. എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എക്കാലത്തെ ഒരു പ്രസക്തിയുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൽ ഒരു ഡയലോഗ് പോലും ഇതല്ല വേറൊരു ഡയലോഗ് അതിനെ കുറിച്ചുള്ള നന്നായിരുന്നു എന്ന് തോന്നുന്നില്ല. അത്ര ആപ്റ്റായിട്ടുള്ള ഡയലോഗ്സാണ്. ഇതിൻ്റെ ഷോർട്സ് എടുത്തിരിക്കുന്ന എല്ലാം ഗംഭീര ഷോർട്സാണ്. പിന്നെ മ്യൂസിക്കിന് വലിയ പ്രാധാന്യമുള്ള ഇതല്ല, എന്നാലും മ്യൂസിക് വലിയ കുഴപ്പമില്ല. പിന്നെ അതിൽ ആർട്ടിസ്റ്റുകൾ എല്ലാം നമ്മൾ വലിയ പരിചയമുള്ള ആർട്ടിസ്റ്റുകളൊന്നുമല്ല, വലിയ പഴക്കമുള്ള ആർട്ടിസ്റ്റുകളൊന്നുമല്ല. പക്ഷേ അവരുടേതായ എല്ലാ വേഷവും അവരവരുടേതായ എല്ലാ വേഷവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും പയ്യനും തൊട്ട് മുത്തശ്ശി വരെയുള്ള എല്ലാ ആർട്ടിസ്റ്റും ഗംഭീര പെർഫോമൻസാണ്. ഇത് മൊത്തത്തിലൊരു ഒരു 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 എല്ലാവരും കണ്ടിരിക്കേണ്ട എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഇത് ഷോർട്ട് ഫിലിമായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചെടുത്തതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഗംഭീര ഷോർട്ട് ഫിലിമായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെച്ചം. ഇനിയും ഒരുപാട് നല്ല സംരംഭങ്ങൾക്ക് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. രാധാകൃഷ്ണൻ എല്ലാ ഭാവങ്ങളും, വിനു കുര്യത്തിന് എല്ലാ ഭാവങ്ങളും, അങ്ങനെ ഇനിയും ഇതുപോലെ നല്ല സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. താങ്ക് യു. ഒഴിവുകാലം ഒഴിവാക്കാൻ പറ്റാത്ത കാലമായി അനുഭവപ്പെട്ടു. ഒരുപാട് സന്തോഷം. അതിലേറെ കാണുമ്പോൾ തന്നെ ഒത്തിരി കണ്ണ് നിറഞ്ഞ അനുഭവങ്ങൾ. ഇതിൽ നമ്മുടെ ജീവിതം, പക്ഷേ ജീവിതം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് കാണുമ്പോൾ ഒരുപാട് സ്ഥലത്ത് കണ്ണ് നിറയുകയും സംവിധായകൻ്റെയും ഇതിൽ പിന്നെ പ്രവർത്തിച്ച എല്ലാവരുടെയും കഴിവുറ്റ പ്രകടനങ്ങളായിരുന്നു കണ്ടത്. ഇത് രാധാകൃഷ്ണൻ മംഗലത്തിനും അതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. ഒരുപാട് സന്തോഷം. നല്ലൊരു ടെലിഫിലിം കണ്ടതിൻ്റെ നിറഞ്ഞ അനുഭവം. ഈ അപ്പുവിൻ്റെ ഒഴിവുകാലം എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവി, പക്ഷെ അത് വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ ഡയറക്ടറും ക്യാമറമാൻ ആ ക്രൂ ടീം എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു മെസ്സേജും കൂടിയാണ്. ഇന്ന് നമ്മൾ പല വീടുകളിലും മാത്രമല്ല, ഇന്ന് നമ്മളൊരു വീട്ടിൽ ഒരു അതിഥിയായിട്ട് പോകുമ്പം ആ വീട്ടിൽ പലർക്കും നമ്മളോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല. കാരണം എല്ലാവരും കുനിഞ്ഞ് മൊബൈലിലേക്ക് നോക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് പലർക്കും മെസ്സേജ് ടൈപ്പ് അറിയില്ല, മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല. അവർ സംസാരിക്കും, അവർ ഈ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കൂടിയാണ് ഇന്ന് സംസാരിക്കുന്നത്. മുഖത്തോട് നേർക്ക് സംസാരിക്കാൻ അറിയാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു മെസ്സേജും കൂടിയാണ്. കാരണം കുഞ്ഞുങ്ങൾ വളരേണ്ടത് മൊബൈലിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലല്ല, അവരുടെ ചുറ്റിനും ഒരു ലോകമുണ്ടെന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഇങ്ങനെയല്ല. ഇത് പ്രദർശിപ്പിക്കണം, OTT പ്ലാറ്റ്ഫോമിൽ വരണം. സ്കൂളുകളിൽ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കേണ്ടത്. എനിക്ക് ഈ സംഘടനകളോട് അല്ലെങ്കിൽ ഈ ഒരു ടീമിനോട് പറയാനുള്ള ഒറ്റൊരു കാര്യമില്ല, ഇത് എല്ലാ സ്കൂളുകളിലും ഇത് കൊടുക്കുക. കാരണം നമ്മളെപ്പോഴും പറയില്ലേ, ബേസ്മെൻറ്റ് നല്ലതായാൽ മാത്രമേ, അടിത്തറ നല്ലതായാൽ മാത്രമേ എല്ലാം ശരിയാവുള്ളൂ. ആദ്യം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ വരേണ്ടത്. ഇതൊരു ഉഗ്ര മെസ്സേജാണ്. എന്തായാലും ഇങ്ങനെയുള്ള കൊച്ചു സിനിമകൾ മറ്റുള്ളവരിലേക്കൊരു മെസ്സേജായിട്ട് നമുക്ക് തന്നെ ഒരു മാറ്റം വരട്ടെ. ഇതിൽ പറഞ്ഞ മാതിരി നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല, മറ്റുള്ള തെറ്റുകളാണ് നമ്മൾ കാണുന്നതും. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഈ ടീമിന്. ഓരോ കുടുംബത്തിലും ഓരോ അച്ഛനമ്മമാർ ഇല്ലെങ്കിൽ ഓരോ അപ്പൂപ്പൻ അമ്മൂമ്മമാർ ആഗ്രഹിക്കുന്ന ഒരു ഒഴിവുകാലമാണ് ഇപ്പം ഞാൻ ഈ സിനിമയിൽ ഇവിടെ കണ്ടുപോയത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ രാധാകൃഷ്ണൻ മംഗലത്തെ എൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫ്രണ്ടാണ്. ജയശ്രീ എൻ്റെ ഫ്രണ്ടാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന ടെക്നീഷ്യൻ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ചെറിയ സിനിമ
വളരെ അർത്ഥവത്തായ ഇന്നത്തെ സമൂഹത്തിന് ഇതുപോലത്തെ സിനിമകളാണ് വേണ്ടത്. കാരണം വരും തലമുറ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകാതിരിക്കണമെങ്കിൽ ഹൃദയസ്പർശിയായിട്ടുള്ള സ്നേഹബന്ധം ഇവിടെ വേണം. ആ സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുന്ന വളരെയധികം മനസ്സിനെ പിടിച്ചൊലച്ച ഒരു സിനിമയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 3 പേരക്കിടാങ്ങൾ പുറത്താണുള്ളത്. പക്ഷേ ആ കുട്ടികൾ ഒരിക്കലും ഫോണിന് അഡിക്റ്റ് അല്ലെങ്കിൽ പോലും ഞങ്ങളെല്ലാം ആ കുഞ്ഞുങ്ങളോട് അധികവും സംസാരിക്കുന്നത് ഈ ഫോണിലെ കൂടെ വാട്സാപ്പ് കോളിലാണ്. പക്ഷേ ആ കുട്ടികളെ മടിയിലിരുത്താനും അവരുടെ വളർച്ചയിൽ അവരെ നമ്മൾ എടുക്കാനും അവരെ വളർത്താനും അവരുടെ ചെറിയ ചെറിയ മോഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, ഇതിനൊക്കെ അതീതമായി ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാർ, അപ്പൂപ്പന്മാർ കുട്ടികളെ വളരെയധികം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവരൊരു അന്യദേശത്ത് പോയി കഴിഞ്ഞാൽ ഈ അച്ഛനമ്മമാരെ, വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരെ മറക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് നിങ്ങളുടെ നല്ല കാലത്തിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ജന്മം ഈ എല്ലാ കുടുംബങ്ങളിലുമുണ്ട്. ആ അമ്മമാർക്ക് വേണ്ടിയാണ്, ആ മക്കൾക്ക് വേണ്ടി, വരും സമൂഹത്തിന് വേണ്ടിയാണ് ഈ സിനിമ. വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ ഇതിലുള്ള എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി. രാധാകൃഷ്ണമംഗലത്ത് ഇങ്ങനെയൊരു പടം എടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ പ്രിവ്യൂ ആണ് കാണാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ കണ്ടു. എൻ്റെ മനസ്സിൽ കുറേ നാളുകൾ കൊണ്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റാണത്. ഇന്ന് ഈ നമ്മുടെ നാട്ടിലും ലോകത്ത് മുഴുവനും അറിയേണ്ട ഒരു സബ്ജക്റ്റിനെയാണ് രാധാകൃഷ്ണൻ ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും പുതുമുഖങ്ങളാണ്, പക്ഷെ അത് കണ്ടാൽ പറയുകയില്ല. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മോൻ, ഞാൻ സിനിമ കണ്ട് ഞാൻ കരഞ്ഞു. അമ്മയും ആ അമ്മൂമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ സ്നേഹം, അവൻ്റെ അവസാനത്തെ ആ സ്നേഹപ്രകടനം, അവൻ്റെ ആ മാറ്റം, അമ്മൂമ്മയുടെ വിഷമം, ഇതെല്ലാം കണ്ട് അമ്മൂമ്മയുടെ സന്തോഷം എല്ലാം കണ്ട് ശരിക്കും ഞാൻ കരഞ്ഞുപോയി. ഓരോ വീട്ടിലും ഓരോ കുടുംബത്തിലുള്ളവരും ഇത് കാണേണ്ടതാണ്. എല്ലാ അച്ഛനും അമ്മയും അമ്മൂമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരും ഇത് കാണേണ്ടതാണ്. നല്ല ഒരു ആശയം ഇത്രയും ഭംഗിയായിട്ട് ചിത്രീകരിച്ചതിന് രാധാകൃഷ്ണമംഗലത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും. ഇനി ഒരുപാട് സിനിമകൾ ഇതുപോലെ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സിനിമ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഒരു മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷേ മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ പലപ്പോഴും വളരെ വിരസമായി പോകാറാണ് പതിവ്. ഇതങ്ങനെയല്ല, വളരെ രസകരമായി തന്നെ ആ മെസ്സേജിലേക്ക് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, അത് ആ മെസ്സേജ് കൊടുക്കുന്ന ആ രീതി പോലെ തന്നെയാണ് ഒരു അമ്മൂമ്മ കൊച്ചുമകനെ മാറ്റിയെടുക്കുന്നത്. ആ മാറ്റിയെടുക്കുന്ന രീതിയിൽ തന്നെ വളരെ സ്വാഭാവികമായ രീതിയിൽ ആ കഥ വികസിച്ച് വരികയാണ് ചെയ്യുന്നത്. രാധാകൃഷ്ണൻ നല്ല ക്രാഫ്റ്റുള്ള ഒരു ചലച്ചിത്ര സംവിധായകനാണ്. അദ്ദേഹം ചലച്ചിത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതിൻ്റെ ഒരു കൈത്തഴക്കം ഈ കൊച്ചു സിനിമയിലും കാണാം. കുറച്ച് കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊരു വലിയ സിനിമയായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. എല്ലാം കൊണ്ടും എല്ലാവർക്കും ശുപാർശ ചെയ്യാൻ തോന്നുന്ന ഒരു ചിത്രമാണ് ഇത്. സാധാരണ ഒരു ഷോർട്ട് ഫിലിം കണ്ടിറങ്ങിയ പ്രതീതിയല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഫീച്ചർ ഫിലിം കണ്ടിറങ്ങിയ പ്രതീതിയാണ് ഉളവാക്കിയത്. ഗൾഫിൽ ഇന്നെന്നല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗൾഫിലുള്ള 90% കുടുംബങ്ങളിലും നടന്നു വരുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികൾ പാരൻസിൻ്റെ മൊബൈൽ ഫോൺ യൂസ് കൊണ്ട് വഴിതെറ്റിപ്പോകുന്നത്. പക്ഷേ അവർക്കെല്ലാവർക്കും ഒരു പാഠമായിട്ട് വളരെ നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ഫിലിം അപ്പുവിൻ്റെ ഒഴിവുകാലം എന്നതിനേക്കാളും അമ്മുമ്മയുടെ മാജിക് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ ശരി. വളരെ നന്നായിട്ടുണ്ട്. അമ്മുമ്മയും അപ്പുവും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച 4 പേരും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ചേച്ചി എൻ്റെ ബന്ധുവുമാണ്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതിനെ ക്ഷണിച്ചതിനും ഇത് കാണാൻ സാധിച്ചതിനും ഒത്തിരി താങ്ക് യു. Relevant short film in today's times, and everyone has acted really well, and I think all parents should watch this movie. ജയശ്രീ ചേച്ചി എനിക്ക് കുറച്ച് നാളായിട്ട് നല്ല പരിചയമുണ്ട്. പക്ഷെ വളരെ മനോഹരമായിരുന്നു. നമുക്ക് അവസാനം കണ്ണ് നിറഞ്ഞൊഴുകി. എന്തായാലും ഒരു റോൾ മോഡലായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഇടയ്ക്കൊന്നും ഇത്രയും മനോഹരമായ ഫിലിം, എങ്ങനെ നമ്മളൊരു ബ്യൂട്ടിഫുൾ മനോഹരമായ ഒരു MTയുടെയൊക്കെ ഫിലിം കാണുന്ന ഒരു പ്രതീതി. ജയശ്രീ സൂപ്പറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. 2 പേരും കൂടെ ആക്ട് ചെയ്ത മകളും അപ്പു, ആ കൂടെ ജോലിക്കാരിയായിട്ട് ആക്ട് ചെയ്ത കുട്ടി, ഓരോരുത്തരും അവരോരോ ഭാഗം അതിമനോഹരമായിട്ട് മാറ്റി. വളരെ മനോഹരമായത്. ഈ ഇടയ്ക്കൊന്നും ഇത്രയും നല്ലൊരു കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ലത്.
ഹലോ ജയശ്രീ, വളരെ കൺഗ്രാജുലേഷൻസ്. വളരെ നന്നായിരുന്നു, എല്ലാവരുടെ അഭിനയം നന്നായിരുന്നു. കീപ്പ് ഇറ്റ് അപ്പ്. അപ്പുവിൻ്റെ ഒഴിവുകാലം വർത്തമാനകാല ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഫിലിമാണ്. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് സംവിധായകൻ ഇതിൽ സ്ക്രിപ്റ്റിൽ പുലർത്തിയ കൈയടക്കമാണ്. അതിൽ രസകരമായ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മുമ്മ മകനെ നന്നാക്കാൻ വേണ്ടി അവൻ്റെ പാതയിലേക്ക് പ്രവേശിച്ച് എന്നുള്ളത് ഭയങ്കര ഒരു ടച്ചിങ് ആണ്. കാരണം അത് ഏതൊരു രക്ഷിതാവും എന്താ പറയുക, ജീവിതത്തിൽ പകർത്താവുന്ന ഒരു സന്ദേശം കൂടിയാണ് ആ ട്വിസ്റ്റിലൂടെ നമ്മുടെ ഇതിലെ എഴുത്തുകാരൻ ആയ സംവിധായകൻ പ്രത്യേകം പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല വളരെ സജീവമാണ് ഓരോ ഷോട്ട് ഫ്രെയിമും, ഓരോ കഥാപാത്രവും ശരിക്കും ആ കഥാന്തരീക്ഷത്തെ കൂടുതൽ മിഴിവിട്ടതാക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ എല്ലാവിധ കോൺട്രിബ്യൂഷനും നൽകിയിട്ടുണ്ട്. അത് അവരിൽ നിന്ന് എടുക്കാൻ പരമാവധി സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ കണ്ണ് നനയിക്കുന്ന രീതിയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് കുട്ടി പോവില്ല, അങ്ങനെയൊക്കെയാണല്ലോ, കുട്ടി വിദേശത്തേക്ക് പോവില്ല, കുട്ടി അമ്മൂമ്മയുടെ കൂടെ നിൽക്കുന്നു, വാശി പിടിക്കുന്നു, അങ്ങനെയൊന്നുമല്ല. വളരെ നാച്ചുറലായിട്ട് കഥ അവസാനിക്കുന്നു. അത് എന്തുകൊണ്ടും ഇത് സംവിധായകൻ്റെ കൈത്തിഴക്കവും സംവിധായകൻ്റെ എന്താ പറയുക മികവുമാണ് കാണിക്കുന്നത്. ഇത് ആർക്കും കാണാവുന്ന, എല്ലാവരും കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പ്രത്യേകം പറയുന്നു.